മീഖ അധ്യായം 7. എനിക്ക് അയ്യോ കഷ്ടം. പഴം പറിച്ച ശേഷം എന്ന പോലെയും മുന്തിരിപ്പഴം പറിച്ച ശേഷം കാല പറക്കുന്ന പോലെയും ഞാനായല്ലോ. തിന്മാൻ ഒരു മുന്തിരിക്കൊലയുമില്ല, ഞാൻ കുതിക്കുന്ന തീയുടെ തലപ്പഴവുമില്ല. ഞാൻ ഭക്തിമാൻ ഭൂമിയിൽ നിന്ന് നശിച്ചുപോയി. മനുഷ്യരുടെ ഇടയിൽ നേരിടുള്ളവനാരുമില്ല. അവരൊക്കെയും രക്തത്തിനായി പതിയിരിക്കുന്നു. ഓരോരുത്തരും താന്നാന്റെ സഹോദരനെ വല വെച്ച് പിടിപ്പാൻ നോക്കുന്നു. ജാഗ്രതയോടെ ദോഷം പ്രവർത്തിക്കേണ്ടതിന് അവരുടെ കൈ അതിലേക്ക് നീണ്ടിരിക്കുന്നു. ഒരു പ്രഭു പ്രതിഫലം ചോദിക്കുന്നു, ന്യായാധിപതി പ്രതിഫലം വാങ്ങി ന്യായം വിധിക്കുന്നു. മഹാൻ തന്റെ മനസ്സിലെ ദുരാഗ്രഹം പ്രസ്താവിക്കുന്നു. ഇങ്ങനെ അവർ പിരിമുറുക്കുന്നു. അവരിൽ ഉത്തമൻ മുൾപ്പറപ്പ് പോലെ, നേരിടുള്ളവൻ മുൾവേലിയേക്കാൾ വല്ലാത്തവൻ തന്നെ. നിന്റെ ദർശകന്മാർ പറഞ്ഞ ദിവസം, നിന്റെ സന്ദർശന ദിവസം തന്നെ വരുന്നു. ഇപ്പോൾ അവരുടെ പരിശ്രമം വന്നു ഭവിക്കും. കൂട്ടുകാരനെ വിശ്വസിക്കരുത്, സ്നേഹിതനെ ആശ്രയിക്കരുത്. നിന്റെ മാർപിടുത്ത് ശയിക്കുന്നവരോട് പറയാതെ വണ്ണം നിന്റെ വായുടെ കഥക് കാത്തുകൊള്ളുക. മകൻ അപ്പനെ നിന്ദിക്കുന്നു, മകൾ അമ്മയോടും മരുമകൾ അമ്മാവിയമ്മയോട് എതിർത്ത് നിൽക്കുന്നു. മനുഷ്യന്റെ ശത്രുക്കൾ അവന്റെ വീട്ടുകാർ തന്നെ. ഞാൻ യഹോവയിലേക്ക് നോക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിനെ കാത്തിരിക്കും. എന്റെ ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കും. എന്റെ ശത്രുവായവളെ എന്നെ ചൊല്ലി സന്തോഷിക്കരുത്. വീണ്ടുമെങ്കിലും ഞാൻ വീണ്ടും എഴുന്നേൽക്കും. ഞാൻ ഇരുട്ടത്തിരുന്നാലും യഹോവ എനിക്ക് വെളിച്ചമായിരിക്കുന്നു. യഹോവ എന്റെ വ്യവഹാരം നടത്തി എനിക്ക് ന്യായം ഭവിച്ചു തരുവോളം ഞാൻ അവന്റെ ക്രോധം വഹിക്കും. ഞാൻ അവനോട് പാപം ചെയ്തുവല്ലോ. അവൻ എന്നെ വെളിച്ചത്തിലേക്ക് പുറപ്പെടുവിക്കുകയും ഞാൻ അവന്റെ നീതി കണ്ട് സന്തോഷിക്കുകയും ചെയ്യും. എന്റെ ശത്രു അത് കാണും. നിന്റെ ദൈവമായ യഹോവ എവിടെ എന്ന് എന്നോട് പറഞ്ഞവളെ ലജ്ജ മൂടും. എന്റെ കണ്ണ് അവളെ കണ്ട് രസിക്കും. അന്ന് അവളെ വീതികളിലെ ചെളി പോലെ ചവിട്ടിക്കളയും. നിന്റെ മതിലുകൾ പണിവാനുള്ള നാൾ വരുന്നു. അന്നാളിൽ നിന്റെ അതിർ അകന്നു പോകും. അന്നാളിൽ അശ്വരിൽ നിന്നും മിസ്രൈം പട്ടണങ്ങളിൽ നിന്നും, മിസ്രൈം മുതൽ നദി വരെയും സമുദ്രം മുതൽ സമുദ്രം വരെയും പർവ്വതം മുതൽ പർവ്വതം വരെ അവർ നിന്റെ അടുക്കൽ വരും. എന്നാൽ ഭൂമി നിവാസികൾ നിമിത്തവും അവരുടെ പ്രവൃത്തികളുടെ ഫലം ഹേതുവായി ശൂന്യമായി തീരും. കർമ്മേലിന്റെ മധ്യ കാട്ടിൽ തനിച്ചിരിക്കുന്നത് നിന്റെ അവകാശവുമായ നിന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ നിന്റെ കോൾ കൊണ്ട് മേയ്ക്കണമേ. പുരാതന കാലത്ത് എന്ന പോലെ അവർ വാശാനിലും ഗിലെയാദിലും മേഞ്ഞുകൊണ്ടിരിക്കട്ടെ. നീ മിസ്രൈം ദേശത്ത് നിന്ന് പുറപ്പെട്ട കാലത്ത് എന്ന പോലെ ഞാൻ അവനെ അത്ഭുതങ്ങൾ കാണിക്കും. ജാതികൾ കണ്ടിട്ട് തങ്ങളുടെ സകല വീര്യത്തിലും ലജ്ജിക്കും. അവർ വായ്മേൽ കൈവയ്ക്കുകയും ചെകിടരായി തീരുകയും ചെയ്യും. അവർ പാമ്പ് പോലെ പൊടി നിൽക്കും. നിരത്തെ എഴുജാതി പോലെ തങ്ങളുടെ ഗുഹകളിൽ നിന്ന് വിറച്ചും കൊണ്ട് വരും. അവർ പേടിച്ചും കൊണ്ട് നമ്മുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ വരികയും നിന്നെ ഭയപ്പെടുകയും ചെയ്യും. അവർ ക്ഷമിക്കുകയും നിന്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവമാരുള്ളൂ. അവൻ എന്തെങ്കിലും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെയൊക്കെ നീ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളയും. പുരാതന കാലം മുതൽ നീ ഞങ്ങളുടെ പിതാക്കന്മാരോട് സത്യം ചെയ്തിരിക്കുന്ന നിന്റെ വിശ്വസ്ത നീ യാക്കോബിനോടും നിന്റെ ദയ അബ്രഹാമിനോടും കാണിക്കും.